അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നതനുസരിച്ച് ബ്രാഞ്ചസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചുമന്ന ചീര അവിടെ നിൽപ്പുണ്ട്. പക്ഷേ അതിന് അത്ര വലിപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനാണ് നല്ലതായി നോക്കി ഇത്രയും വലിപ്പമായില്ല, എന്നെക്കാട്ടിലും പൊക്കത്തിലായിട്ടുണ്ട് ഈ ചീര. കണ്ടോ ചീരയുടെ ഒരു വലിപ്പം കണ്ടോ? അത് ഇവിടെയൊക്കെ അതേപോലെ നിൽപ്പുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ കുറച്ച് വലിപ്പം വെക്കുന്നതിന് മുമ്പ് ദാണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നെല്ലാം എന്താ ഇങ്ങനെ ബ്രാഞ്ചസ് പൊട്ടുക നല്ല ആരോഗ്യത്തോടെ കിളിച്ച് വരുന്നുണ്ട്. കണ്ടോ, ഇതേപോലെ ഒരു കുഞ്ഞു ചട്ടിക്കകത്ത് നിൽക്കുക കണ്ടോ, തന്നെ കിളിച്ച് വരുന്നതാണ്. ഇതൊന്നും നമ്മളൊന്ന് നട്ടു കൊടുക്കുന്നതല്ലതാ. അതും നമ്മൾ ഈ മണ്ട ഒന്ന് ചെറുതായിട്ട് ഒടിച്ചു കൊടുക്കുമ്പോഴത്തേക്കിന് സൈഡിൽ നിന്ന് ഒരുപാട് ബ്രാഞ്ചസ് ഇങ്ങനെ പൊട്ടി വരും. അപ്പോൾ ഇതാണ് ഈ ഒരു ചീരയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ പൂക്കാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പൂ വരുന്ന ഒന്ന് നുള്ളി കൊടുത്താൽ മതി. അപ്പോൾ സൈഡിൽ നിന്ന് വീണ്ടും ഇങ്ങനെ കിളിർത്ത് വരും. കണ്ടോ, ഇവിടെ എല്ലാം വെറുതെ ഇങ്ങനെ താറയിലെല്ലാം ഇങ്ങനെ കിളിച്ച് നിൽക്കുവാണ്. നമ്മുടെ ചുവപ്പ് ചീരക്കാട്ടിൽ നല്ല ടേസ്റ്റുമാണ്. പ്രത്യേകിച്ച് വലിയ അസുഖങ്ങളൊന്നുമില്ല. ഉണ്ടോ ഉണ്ടോ, നമ്മൾ ഒരുപാട് തവണ കട്ട് ചെയ്ത് കഴിഞ്ഞാണ് ഇത്. കട്ട് ചെയ്താലും വീണ്ടും 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 ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ നശിച്ചു പോകത്തില്ല. അതേപോലെ ഇതിൻ്റെ വിത്തുകൾ വെറും നമ്മുടെ മറ്റേ ചീരക്കാളിലും ചെറിയ വിത്തുകളാണ്. പക്ഷെ അത് എവിടെയെങ്കിലുമൊക്കെ വീണിട്ടത് ഇങ്ങനെ കണ്ടോ, ഇവിടെ എല്ലാം ഇങ്ങനെ കിളിർത്ത് നിൽക്കുകയാണ്. മഴ പെയ്യുമ്പോൾ